ഓക്കെ, പൊക്കോട്ടെ. കഴിഞ്ഞിട്ട് മതി, തിരക്കില്ല, കഴിയട്ടെ. പോട്ടെ. 5 ദാവീദിന്റെ പുത്രനാണ്. ഈശോ ദാവീദിന്റെ പുത്രനാണ്. നേരത്തെ പറഞ്ഞത് ഏതാണ്? ജോസഫ് ദാവീദിന്റെ പുത്രൻ. ഈശോ ദാവീദിന്റെ പുത്രനാണ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ആണ്. മത്തായി 1:1, ലൂക്ക 1:32. അടുത്തത്, ഈശോയുടെ ഗർഭധാരണം പരിശുദ്ധാത്മാവിനാലാണ്. നിങ്ങളോട് വായിച്ചാണത്. പരിശുദ്ധാത്മാവിനാലാണ് ഈശോയുടെ ഗർഭധാരണം. പരിശുദ്ധാത്മാവിനാലാണ്. രണ്ട് സുവിശേഷം ഒരേപോലെ പറയുന്ന കാര്യമാണ്. ഈശോയുടെ ഗർഭധാരണം പരിശുദ്ധാത്മാവിനാലാണ്. എഴുതിയില്ലേ? യെസ്. 7 ജോസഫിന് ഗർഭധാരണവുമായി ഒരു ബന്ധവുമില്ല. കൃത്യം പറയുന്നുണ്ട് സുവിശേഷം. രണ്ട് സുവിശേഷം ഒരുപോലെ പറയുന്ന കാര്യമാണ്. ജോസഫിന് ഗർഭധാരണവുമായി ഒരു ബന്ധവുമില്ല. ജോസഫ് ഹാസ് നോ റോൾ. നമ്മളെപ്പോഴാണ് ക്ലാസ് നിർത്താറ്? 1 മണിക്കാണോ? 1 മണിയല്ലേ? ഒരു വിഷയം കൂടെ പറയാൻ സമയമുണ്ട്. ഗർഭധാരണവുമായി ഒരു ബന്ധവുമില്ല. 8 ജനനത്തിനു മുമ്പ് തന്നെ ഈശോ എന്ന പേര് സ്വർഗത്തിൽ നിന്ന് നൽകപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് പേര് നൽകപ്പെട്ടു. പേര് നൽകപ്പെട്ടത് സ്വർഗത്തിൽ നിന്നാണ്. നിങ്ങളോട് വായിച്ചാണ് ആരുണ്ടത്? ഈശോ എന്ന പേര് സ്വർഗത്തിൽ നൽകപ്പെട്ടതാണ്. 9 കഴിഞ്ഞിട്ടില്ല, തിരക്കില്ല, സമാധാനമായിട്ട് മതി. ഈശോ എന്ന പേര് സ്വർഗത്തിൽ നിന്ന് നൽകപ്പെട്ടതാണ്. ഓക്കെ ആണോ? 9 ഈശോ രക്ഷകനാണെന്ന് സ്വർഗത്തിൽ നിന്ന് സാക്ഷ്യമുണ്ടായി. രക്ഷകനാണ്, സേവിയർ. 9 പിന്നത്തെ 2 പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതാണ് ഞാൻ ഒന്നിച്ചിട്ടത്. നേരത്തെ ഞാൻ ആരംഭത്തിലേ പറഞ്ഞിരുന്നു. വളർന്നത് നസറത്തിലാണെന്നും ജനിച്ചത് ബെത്തലേം. ഉദാഹരണം പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. ഓർക്കുന്നില്ലേ? ഇപ്പം നമ്മുടെ വിശ്വാസത്തെ സംബന്ധിച്ച അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ സുവിശേഷങ്ങൾ തമ്മിൽ വൈരുദ്ധ്യം ഇല്ല. ഇതൊരു ബോധ്യമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാകണം. ഈശോ ജനിച്ചത് ബെത്ലഹേമിലാണ്. ഈശോ വളർന്നത് നസറത്തിലാണ്. ഓക്കെ, റെഡിയാണോ? റെഡിയാണ്. സത്യത്തിൽ നോട്ട് തരേണ്ട കാര്യം പോലും ഇല്ല. കാരണം ഇതൊക്കെ നോട്ടിലുള്ളത് നിങ്ങൾ ഓൾറെഡി എഴുതിയെടുത്ത് കഴിഞ്ഞു. എന്നാലും നോട്ട് തരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് സന്തോഷകരമായൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഉച്ച കഴിഞ്ഞ് ലഞ്ച് കഴിഞ്ഞ് നമുക്ക് എപ്പോഴാണ് തുടങ്ങണേ? 2:30 ആണോ? 2:30 കുറച്ച് സമയം നിങ്ങളിരുന്ന് വായിച്ചൊരുങ്ങിക്കോ. വന്നു കഴിഞ്ഞ ഉടനെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കും. ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം. ഒന്നും വേണ്ട അല്ലേ? ഒന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അച്ഛാ. ഗ്രൂപ്പ് വേണ്ട, ഇൻഡിവിജ്വലായിട്ട് ചോദിക്കാം. അപ്പോൾ വ്യക്തിപരമായിട്ട് ചോദിക്കാം. ഓക്കെ. ഞാൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പരസ്പരം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും റിവിഷൻ ഉണ്ട്. ഓക്കെ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വായിച്ച് നോട്ടുണ്ടല്ലോ, വായിച്ച് മനസ്സിലാക്കുക. ചോദ്യങ്ങൾ ഇങ്ങനെ വെടിയുണ്ട വരണ പോലെ ഇങ്ങനെ ചോദിക്കും. ഞാൻ ചക്ക എന്ന് പറഞ്ഞായിരിക്കും ചോദിക്കണേ. നിർത്താണ്ട് ചോദിക്കും കേട്ടോ. റാപ്പിഡ് ഫയർ. ഓക്കെ, അപ്പോൾ എപ്പോഴാണത്? ഒരു 2:45 തുടങ്ങും. 15 മിനിറ്റ് നിങ്ങളൊന്ന് നോക്കിക്കോ. 2:30 തൊട്ട് 2:45 കൃത്യം ചോദ്യങ്ങൾ ചോദിക്കും. ഇതുവരെ പറഞ്ഞ വിഷയങ്ങൾ, ഉച്ച വരെ പറയുന്ന വിഷയങ്ങൾ
നമ്പറൊന്നും ടെക്സ്റ്റ് ഒന്നും ബൈഹാർട്ട് പറയണ്ട. മത്തായി 10:12 അങ്ങനെ പറയണ്ട, അങ്ങനെ ഒന്നും ചോദിക്കില്ല. പക്ഷെ ആശയം പറയണം. കുഴപ്പമില്ലല്ലോ? ഇല്ല. മത്തായി 4:15 അങ്ങനെ പഠിക്കലൊന്നും എളുപ്പമില്ല. നിങ്ങൾ കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ. നിങ്ങളുടെ ഇഷ്ടം പോലെ ഇരുന്നോ. ഇരിക്കണതിനെ കുറിച്ച് ഞാൻ ഒരു ബോധറേഷനും പറയുന്നില്ല. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഒറ്റയ്ക്കോ സംഘം ചേർന്നോ എങ്ങനെ വേണമെങ്കിൽ ഇരുന്നോ. നിങ്ങളുടെ സ്വാതന്ത്ര്യം. പ്രധാന കാര്യം എന്താണ്? കാര്യം മനസ്സിലാക്കുക, പഠിക്കുക. ഗ്രൂപ്പും ഒറ്റയ്ക്ക് തിരിയിലൊക്കെ പഠിക്കാനുള്ളൊരു മെത്തേഡ് മാത്രമാണ്. അതിന് വലിയ അമിത പ്രാധാന്യം കൊടുക്കണ്ട. ഓക്കെ, നിങ്ങൾ പഠിച്ചാൽ മതി, കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ക്ലിയർ ആണ്? ഒരു വിഷയം കൂടെ പറയാൻ സമയം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ അത് ഞാൻ അടുത്ത ഉച്ച കഴിഞ്ഞ് ചോദ്യത്തിൽ അത് പെടുത്തുന്നില്ല. ഇതുവരെയുള്ള കാര്യങ്ങൾ മാത്രമേ ചോദ്യത്തിൽ പെടുത്തുന്നുള്ളൂ. ക്ലിയർ ആണ്? യെസ്. ഏതൊക്കെയാണ് പറഞ്ഞത്? ജീവിത പശ്ചാത്തലം, ഡോക്യുമെന്റ്സ്, രേഖകൾ അല്ലേ? പിന്നെ മൂന്നാമത്തെ വിഷയം ഈശോയുടെ ജനനവും ശൈശവവും. ഈ 3 വിഷയം ചോദിക്കുള്ളൂ. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് നിങ്ങളതൊന്ന് വായിക്കാനും ഒരുങ്ങാനൊക്കെ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ മഹാസംഭവമായിട്ടൊന്നും നിങ്ങൾ കാണണ്ട കേട്ടോ. ഓക്കെ, ചോദ്യങ്ങൾ ചോദിക്കുന്നതിനെ കുറിച്ച് ടെൻഷനൊന്നും ആവശ്യമില്ല. ഉച്ച കഴിഞ്ഞ് ആരും പോയേക്കരുത് കേട്ടോ. ഈ പുള്ളി ഒരു ആൾ ശരിയല്ല. ചോദ്യം ചോദിക്കുക, ഹോംവർക്ക്, ഗ്രൂപ്പ് തിരിഞ്ഞ് പണി, ഞങ്ങളെ പണിയെടുപ്പിക്കലാണ് ഇയാളുടെ പണി. ഞാൻ വീട്ടിൽ പോയി പണിയെടുക്കാമെന്ന് ചോദിച്ച് പോകരുതാരും, ചതിക്കരുത്. ഓക്കെ, ഇത് സഹായം. അതെ, ഓക്കെ. നമ്മൾ അടുത്ത വിഷയം ഈശോയുടെ അത്ഭുതങ്ങൾ. ഈശോയുടെ അത്ഭുതങ്ങൾ. എന്താണ് അത്ഭുതം എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കണം? ആദ്യത്തെ കാര്യം അതാണ് അറിയേണ്ടത്. എന്താണ് അത്ഭുതം? വാട്ട് ഈസ് എ മിറക്കിൾ? അത്ഭുതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അസാധാരണ സംഭവമാണ്. അതാണ് നിങ്ങൾ ആദ്യം പറയാൻ ആഗ്രഹിച്ചത് അല്ലേ? പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ? അത്ഭുതത്തോട് കൂട്ടിച്ചേർക്കാനുണ്ടോ? അത് ദൈവത്തിൻ്റെ ഇടപെടലാണ്. 2, നന്മ വരുന്നൊരു കാര്യമാണ്. നല്ലതായിരിക്കും. അല്ലാതെ എന്താണ്, ഒരാൾക്ക് കുഷ്ഠം വരണത് അത്ഭുതമല്ല അല്ലേ? മനസ്സിലായേ? ഒരു പോസിറ്റീവായ കാര്യം. ദൈവമാണ് ചെയ്യുന്നതെങ്കിൽ നന്മയാണ്. അത് പറയേണ്ട കാര്യമില്ല, വളരെ ക്ലിയറാണ്. അമാനുഷികമാണ്, അത് നമ്മൾ പറഞ്ഞു. അസാധാരണമാണ്, അമാനുഷികമാണ്. ബുദ്ധിശക്തി കൊണ്ടോ ശാസ്ത്രം കൊണ്ടോ ഒരു പക്ഷെ നമുക്കത് വിശദീകരിക്കാൻ സാധ്യതയില്ല. ഇപ്പം മഴ പെയ്തു, അത് അത്ഭുതമായിട്ട് നമ്മൾ പറയുമോ? ഇല്ല, മഴ പെയ്തത് അത്ഭുതമായിട്ട് നമ്മൾ പറയില്ല. പക്ഷേ അപ്പം നിങ്ങൾക്കൊരു ധാരണയുണ്ട് എന്താണ് അത്ഭുതം എന്ന് അല്ലേ? ക്ലിയർ ആണ്? യെസ്. അപ്പം ഈശോയുടെ അത്ഭുതങ്ങളെ കുറിച്ച് നെഗറ്റീവ് പറയണമല്ലോ. പലരും തെറ്റായ വ്യാഖ്യാനങ്ങൾ നടത്തുന്നവരുണ്ട്, പ്രത്യേകിച്ച് നിരീശ്വരവാദികളും യുക്തിവാദികളും. ഓക്കെ, യുക്തിവാദികൾ. പക്ഷേ അതിൽ കഴമ്പില്ല. ഈശോ യഥാർത്ഥത്തിൽ അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈശോയ്ക്ക് അത്ഭുതം പ്രവർത്തിക്കാൻ സാധിച്ചത്? ഈശോ ദൈവമായതുകൊണ്ട്. 4 തരം അത്ഭുതങ്ങളാണ് ഈശോ ചെയ്തത്. 4 തരം. 4 അത്ഭുതം എന്നല്ല ഞാൻ പറഞ്ഞത്, 4 തരം. 4 types of miracles. 4 types of miracles. ഏതൊക്കെയാണ്? രോഗസൗഖ്യം, ഹീലിങ്സ്, രോഗസൗഖ്യങ്ങൾ. മരിച്ചവരെ ഉയിർപ്പിക്കൽ. പ്രകൃതിയുമായി ബന്ധപ്പെട്ട അത്ഭുതങ്ങൾ. പിന്നെ അതെല്ലാം പ്രകൃതിയുമായി ബന്ധപ്പെട്ട അത്ഭുതങ്ങളായിട്ട് നമുക്ക് പരിഗണിക്കാം. എല്ലാത്തിനും ഉദാഹരണം പറയാം. രോഗസൗഖ്യം എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെയുണ്ട് അല്ലേ? അന്ധനെ സുഖപ്പെടുത്തുന്നു, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു, ബധിരനെ സുഖപ്പെടുത്തുന്നു, തുടങ്ങി സൗഖ്യങ്ങൾ. രണ്ടാമത് നിങ്ങൾ പറഞ്ഞത് മരിച്ചവരെ ഉയർപ്പിക്കുന്നത്. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ഏതൊക്കെയാണ്? ലാസറിനെ ഉയർപ്പിക്കുന്നു, നായമ്പിലെ വിധവയെ ഉയർപ്പിക്കുന്നു, വിധവയുടെ മകനെ ഉയർപ്പിക്കുന്നു, ജായറോസിന്റെ മകളെ ഉയർപ്പിക്കുന്നു. 3 എണ്ണമാണ് അതുള്ളത്. അതൊരു അത്ഭുതങ്ങളെക്കാൾ വലുതാണത്. പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. അപ്പം 4 കാറ്റഗറി. 1 രോഗസൗഖ്യം. അത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പലതും ഉണ്ട് അല്ലേ? അത് പലതും ഉണ്ട്, ഒരുപാടെണ്ണം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. 2 മരിച്ചവരെ ഉയർപ്പിക്കുന്നത്. ഓക്കെ. 3 പ്രകൃതിയുമായി ബന്ധപ്പെട്ട് വെള്ളം വീഞ്ഞാക്കുന്നത്, കടലിന് മീതെ നടക്കുന്നത്, കാറ്റിനും കടലിനും ശമിപ്പിക്കുന്നത്, അപ്പം വർദ്ധിപ്പിക്കുന്നത് തുടങ്ങി പ്രകൃതിയുമായി ബന്ധപ്പെട്ട അത്ഭുതങ്ങൾ. 4 പിശാചുകളെ ബഹിഷ്കരിക്കുന്നത്. ഈ 4 തരം അത്ഭുതങ്ങളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോഴേക്കും ലഞ്ചിനുള്ള സമയമാവും. ഓക്കെ. ആദ്യം രോഗസൗഖ്യം. ഈശോ രോഗസൗഖ്യം നൽകുമ്പോൾ ഈശോയുടെ രോഗസൗഖ്യത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്താണ്?
കംപ്ലീറ്റ് സൗഖ്യം നൽകും, പരിപൂർണ സൗഖ്യം നൽകുന്ന സൗഖ്യമാണ് ഈശോ. അപ്പം നമുക്കൊരു ശരീരത്തിനൊരു വയറുവേദന വന്ന് നമ്മൾ ഡോക്ടറെ കണ്ട വയറുവേദനക്കുള്ള മരുന്ന് ഡോക്ടർ എഴുതും അല്ലേ? പക്ഷേ ഈശോ ആണ് അത് സുഖപ്പെടുത്തുന്നതെങ്കിൽ വയറുവേദന മാത്രമല്ല സുഖപ്പെടുത്തുന്നത്, നമ്മുടെ ആത്മീയവും മാനസികവും ശാരീരികവുമായ തലങ്ങളെ ഈശോ സുഖപ്പെടുത്തും. അതാണ് പലപ്പോഴും സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. രോഗസൗഖ്യം നൽകുമ്പോൾ ഈശോ പറയും, മേലിൽ പാപം ചെയ്യരുത്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എപ്പോഴും ഈ കണക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സമ്പൂർണ്ണ സൗഖ്യം നൽകുന്ന വ്യക്തിയാണ് ഈശോ. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇൻറ്റഗ്രൽ ഹീലറാണ്, ഇൻറ്റഗ്രൽ. ഓക്കെ, ക്ലിയർ? യെസ്. സഭ ഈ ശുശ്രൂഷ എന്ന് തുടരുന്നുണ്ടോ? എങ്ങനെയാണ് സഭ ഈ ശുശ്രൂഷ തുടരുന്നത്? ഒന്ന്, കൂദാശകളിലൂടെ, പ്രത്യേകിച്ച് കുമ്പസാരം എന്ന കൂദാശ, രോഗീ ലേപനം, പരിശുദ്ധ കുർബാന. പ്രത്യേകിച്ച് കുർബാനയിൽ രോഗസൗഖ്യം നടക്കുന്നുണ്ട്, മനസ്സിലായോ? നന്നായിട്ട് കുമ്പസാരിക്കുമ്പോൾ രോഗസൗഖ്യം കിട്ടുന്നവരുണ്ട്, ഇത് സത്യമാണ്. രോഗീ ലേപനം. അപ്പോൾ കൂദാശകളിലൂടെ സഭ ഈ ശുശ്രൂഷ തുടരുന്നുണ്ട്, ഒരു വഴി. പിന്നെ വചനത്തിലൂടെ, വചനപ്രഘോഷണത്തിലൂടെ, ഉറപ്പായിട്ടും വചനപ്രഘോഷണം. ഇപ്പം ഈശോയുടെ ശുശ്രൂഷ ഇന്ന് സഭ തുടരുന്നുണ്ടെന്നൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, മനസ്സിലായല്ലോ? പിന്നെ എങ്ങനെയാണ്? പ്രാർത്ഥനയിലൂടെ, മറ്റ് വിവിധ പ്രാർത്ഥനകളിലൂടെ, കൂദാശകൾ മാത്രമല്ല. പിന്നെ വരദാനങ്ങളിലൂടെ, അത് നമ്മൾ പറഞ്ഞു. വചനപ്രഘോഷണം, വരദാനങ്ങളും മറ്റു പ്രാർത്ഥനകളിലൂടെ നമ്മൾ പറഞ്ഞു. പൗരോഹിത്യ അധികാരം വിനിയോഗിക്കുക എന്ന് പറയുമ്പോൾ ഈ കൂദാശകൾ പരികർമ്മം ചെയ്യുക, കൂദാശാനുകരണങ്ങൾക്ക് പരികർമ്മം ചെയ്യുക, അതിൽ വന്നു കഴിഞ്ഞു. പിന്നെ നമ്മൾ എന്തിനാണ് ഈ ആസ്പത്രിയൊക്കെ നടത്തുന്നത്? ബിസിനസ്സാണോ അത്? അങ്ങനെയാണ് നമുക്ക് തോന്നണം, അതാണ് നമുക്കത് പറയാൻ തോന്നാത്തത്. ശാസ്ത്രീയമായി. പക്ഷേ നമ്മൾ ഒരു രോഗസൗഖ്യ ശുശ്രൂഷയിൽ നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത് സത്യത്തിൽ വെറുതെ ഒരു ജോലി എന്ന അർത്ഥത്തിലല്ല. അങ്ങനെ ആയാൽ എന്താ കാര്യമുള്ളത്? ഒരു സിസ്റ്റർ നേഴ്സായിട്ട് ശുശ്രൂഷ ചെയ്യുന്നത് മറ്റേതൊരു നേഴ്സിനെയും പോലെയാണോ? അല്ലെങ്കിൽ ഒരു അച്ഛൻ, അല്ലെങ്കിൽ ഈ സഭ ഇത് ചെയ്യുന്നതിന് വേറൊരു ഡയമെൻഷനുണ്ട്. അതാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. തീർച്ചയായിട്ടും സാറ് പറഞ്ഞത് ശരിയാണ്. ശാസ്ത്രീയ തലമുണ്ട്, ഡോക്ടർമാർ വെച്ച് മരുന്ന് കഴിച്ചാണ് രോഗം മാറുന്നത്, ശരിയാണ്. പക്ഷേ അതൊരു ശുശ്രൂഷയായിട്ട് കാണണം, അതാണ് ശരി. അത് ബിസിനസ്സല്ല, ആതുര സേവനം, ആതുര ശുശ്രൂഷ. നിങ്ങൾക്കറിയാം, ഭാരതത്തിൽ സഭ ചെയ്യുന്ന രണ്ട് പ്രധാന ശുശ്രൂഷ തന്നെ ആകണം. അത് ഏതാണ്? ഒന്ന് ആതുര സേവന രംഗത്തും മറ്റൊന്ന് വിദ്യാഭ്യാസ രംഗത്തുമാണ്. രണ്ടും കച്ചവടമാകാൻ പാടില്ല, രണ്ടും ശുശ്രൂഷയാകണം. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന മിനിസ്ട്രി, ഇതൊരു മിനിസ്ട്രിയാണ്, ഹോസ്പിറ്റൽ മിനിസ്ട്രി. അത് ചെയ്യുന്നതിൻ്റെ അർത്ഥം തീർച്ചയായും ശാസ്ത്രീയമായ മാർഗങ്ങളിലൂടെ തന്നെയാണെങ്കിലും അവിടെ ഒരു ശുശ്രൂഷയായിട്ട് തന്നെ അതിനെ നമുക്ക് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ ഈശോ നടത്തിയ രോഗസൗഖ്യ ശുശ്രൂഷ വിവിധ തലങ്ങളിലൂടെ, രീതികളിലൂടെ നമ്മൾ ഇന്ന് സഭ തുടരുന്നുണ്ട്. ക്ലിയറാണ്? യെസ്. രണ്ടാമത്തെ തരം അത്ഭുതം എന്താണ്? മരിച്ചവരെ ഉയർപ്പിക്കൽ. എന്താണ് അതിൻ്റെ അർത്ഥം? ഈശോ ജീവൻ്റെ നാഥനാണ്. ജീസസ് ഈസ് ദ ലോർഡ് ഓഫ് ലൈഫ്. ജീവൻ്റെ നാഥനാണ്. ഈശോയ്ക്ക് ജീവൻ തിരിച്ചു നൽകാൻ അധികാരം ഉണ്ട്. അപ്പസ്തോലന്മാരും ചുരുക്കം ചില വിശുദ്ധരും ഈ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. ഒക്കെ ജീവചരിത്രങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒരിക്കലും ഈ ആധുനിക കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ളൊരു അത്ഭുതത്തെക്കുറിച്ച് കേൾക്കുന്നില്ല. ശരിയല്ലേ? മരിച്ചവരെ ഉയർപ്പിച്ചു എന്ന് പറഞ്ഞ് നിങ്ങളെ അടുത്തെങ്ങാനും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല, അതാണ് ഞാൻ ചോദിക്കണേ. ഇല്ല. പക്ഷേ ഇൻ എൻ ഇൻഡിറക്റ്റ് മാനർ ചേർച്ച് കണ്ടിന്യൂസ് ദിസ് മിനിസ്ട്രി. വേറൊരു അർത്ഥത്തിൽ സഭ ഈ ശുശ്രൂഷ തുടരുന്നുണ്ടെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കില്ല എന്ന് പറയുന്ന മനുഷ്യരുണ്ട്. ജീവനില്ലാത്തെന്ന് പറയുമ്പോൾ ഇൻവേർട്ടഡ് കോമ, ജീവനില്ലാത്ത മനുഷ്യർക്ക് ജീവൻ നൽകുന്ന ശുശ്രൂഷ.
ഉദാഹരണം, ആത്മീയമായി ജീവനില്ലാത്തവർക്കാകാം, ശാരീരികമായി ഒരു മനുഷ്യനെ പോലെ മരിക്കാനുള്ള അവസരം സഭ കൊടുക്കുന്നുണ്ട് പല മനുഷ്യർക്കും. സഭ എന്ന് പറയുമ്പോൾ അച്ഛന്മാരും മെത്രാന്മാരും മാത്രമല്ല ഉദ്ദേശിച്ച്, നമ്മുടെ വിശ്വാസികൾ. നമ്മൾ നടത്തുന്ന പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സ് പാലക്കാട് രൂപതയിൽ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാ രൂപതകളിലും ഇന്ന് പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സ് പ്രവർത്തിക്കുന്നുണ്ട്. പലതിനും നേതൃത്വം കൊടുക്കുന്നത് ആരാണ്? ആത്മായ വിശ്വാസികളാണ്. അച്ഛന്മാർ സിസ്റ്റേഴ്സും ഉണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. അൽമായരുടെ നേതൃത്വത്തിൽ, വിശ്വാസികളുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സ് ഇന്ന് ഒത്തിരിയുണ്ട്. ഡോക്ടേഴ്സ് ഫ്രീ ആയിട്ട് അവിടെ നിന്ന് മിനിസ്റ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ മാന്യമായിട്ട് മനുഷ്യന് മരിക്കാൻ, നമ്മൾ പറയില്ല, ഒരു മനുഷ്യനെ പോലെ മരിക്കാൻ കെയർ കിട്ടി അല്ലേ? അതൊരു വലിയ കാര്യമല്ലേ? അവന് സംരക്ഷണം കിട്ടി, അവന് സഹായം കിട്ടി, പരിചരണം കിട്ടി, മാന്യമായിട്ട് മരിക്കാൻ, മനുഷ്യനെ പോലെ മരിക്കാൻ. പകുതി പേരുടെ മനസ്സ് ചത്തായിരിക്കുന്നത് അതൊരു സത്യമാണ്. മറ്റൊരു വിഭാഗമാണ്, നിങ്ങൾക്കറിയാം, ഈ ഡ്രഗ് അഡിക്ട്സ്, ആൽക്കഹോളിക് അഡിക്ട്സ്. ഇവരൊക്കെ ഒരു തരത്തിൽ ജീവൻ പോയവരാന്ന് ഞാൻ പറയും. ജീവനുണ്ടോ എന്ന് വെച്ചാൽ ജീവനുണ്ടെന്നേ ഉള്ളൂ. ഇവരുടെ ഇടയിൽ നമ്മൾ നടത്തുന്ന വലിയൊരു ശുശ്രൂഷയുണ്ട്, നിങ്ങൾക്കറിയാമെന്ന് ഞാൻ കരുതുന്നു. എയ്ഡ്സ് പേഷ്യൻസ്. നമ്മുടെ മക്കളെ നിങ്ങൾ പിക്നിക്കിന് കൊണ്ടുപോകുന്നത് പോലെ അത് കൊണ്ടുപോക്കുക, നല്ല കാര്യം, നല്ല സ്പോട്ടുകളൊക്കെ കാണട്ടെ അവർ. വല്ലപ്പോഴെങ്കിലും നമ്മുടെ ഏതെങ്കിലും ഒരു ജീവകാരുണ്യ സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോകുന്നത് നല്ലതാണ്. സ്ഥിരം തന്നെ പോയി അവരെ വേദനിപ്പിക്കണമെന്നൊന്നല്ല ഞാൻ പറയണം, വല്ലപ്പോഴെങ്കിലും. കാരണം ഇങ്ങനൊരു തലം, ഇങ്ങനൊരു ഡയമെൻഷൻ ജീവിതത്തിനുണ്ട് എന്ന്, ഇങ്ങനെയും കുറേ മനുഷ്യർ ഈ ഭൂമിയിലുണ്ടെന്നും ഇങ്ങനെയും കുറേ മനുഷ്യർക്ക് വേണ്ടി ജീവിക്കുന്ന വേറെ കുറേ മനുഷ്യരുണ്ടെന്നും അറിയുന്നത് നല്ലതാണ്. പലപ്പോഴും സഭ എന്ന് പറയുമ്പോൾ നമ്മുടെ പിള്ളേരുടെയൊക്കെ മനസ്സിലുള്ള ചിത്രം എന്താണെന്നറിയാമോ? വലിയ വലിയ ദേവാലയങ്ങൾ അല്ലേ, അമ്പരചുംബികളായ ആസ്പത്രികൾ, ഇതൊക്കെ കാണുമ്പോൾ പിള്ളേർ വിചാരിക്കുക സഭ എന്ന് പറഞ്ഞാൽ ഭയങ്കര അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ, കാശുണ്ടാക്കണ പ്രസ്ഥാനങ്ങളാണ് കംപ്ലീറ്റ് എന്ന് തോന്നുകയാണ്. ഇത് സഭയുടെ ഒരു മുഖം മാത്രമാണ്. ഈ ഒരു മുഖം സഭയ്ക്ക് ഉണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇനി സഭയ്ക്ക് മറ്റൊരു മുഖമുണ്ട്, അത് നമ്മൾ അറിയുന്നത് നല്ലതാണ്. നിങ്ങൾക്കറിയാമോ, ഈ കേരളത്തിൽ ഏറ്റവും അധികം ജീവകാരുണ്യ പ്രസ്ഥാനങ്ങൾ നടത്തുന്ന പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് കത്തോലിക്ക സഭയാണ്. അഭിമാനത്തോടെ പറഞ്ഞേക്കണത്, ആരൊക്കെ അംഗീകരിച്ചാലില്ലെങ്കിലും. ഇന്ന് കേരളത്തിലെ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഏജൻസി കത്തോലിക്ക സഭയാണ്. ഒരു സംശയം വേണ്ട കാര്യത്തിൽ, യാതൊരു സംശയവും വേണ്ട. അത് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നതൊരു സത്യമാണ്, പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ ഓരോ രൂപതയിലും എടുത്തോ, എന്തുമാത്രം പണമാണ് നമ്മുടെ വിശ്വാസികൾ തരുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? ഓരോ സന്യാസ സമൂഹങ്ങളെടുത്തോ. അപ്പം അതുകൊണ്ട് ഈ ഒരു ശുശ്രൂഷ, അതാ ഞാൻ പറഞ്ഞത്, ഒരു ഇൻഡിറക്റ്റ് മാനർ, നേരിട്ടല്ലെങ്കിലും വേറൊരു രീതിയിൽ സഭ തുടരുന്നുണ്ട്. മൂന്നാമത്തേത് പ്രകൃതിയുമായി ബന്ധപ്പെട്ട അത്ഭുതങ്ങളാണ്. പ്രകൃതിയുമായി ബന്ധപ്പെട്ട അത്ഭുതങ്ങൾ ഒരു കാലത്ത് നിങ്ങൾക്കറിയാം, നമ്മുടെ സഭയിലെ ഈ ശുശ്രൂഷ ഒരു കാലത്തല്ല, ഇപ്പോഴും ചെറിയ അവസരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ ചാഴിവിളക്ക് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ചാഴിവിളക്ക് എന്ന് പറഞ്ഞാൽ ഈ പെസ്റ്റിസൈഡ്സ് ഒന്നും മനുഷ്യർ ഉപയോഗിക്കാതിരുന്ന, ഈ കീടനാശിനികളൊന്നും ഉപയോഗിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിനെയൊക്കെ അച്ഛന്മാർ വന്ന് പ്രാർത്ഥിച്ച് വിലക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അത്ര കോമൺ അല്ല അത്, പക്ഷെ ഇന്നും ചെയ്യുന്നവരുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല, തീർത്തും നിഷേധിക്കാൻ സാധിക്കില്ല. അപ്പോൾ പ്രാർത്ഥനകളിലൂടെ, ഇനി ഞാൻ അതൊന്നല്ല പറയാൻ ആഗ്രഹിച്ചത്, ഈ പ്രകൃതിയുടെ സംരക്ഷണത്തിന് വേണ്ടി സഭ ചെയ്യുന്ന ശുശ്രൂഷകളുണ്ട്. എക്കോളജിക്കൽ മൂവ്മെൻറ്റ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പ്രകൃതിയുടെ സമ്പത്ത് ചൂഷണം ചെയ്യുന്നതിനെതിരെ സഭ നടത്തുന്ന പ്രയത്നങ്ങളുണ്ട്. പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിനേക്ക് കൂടുതൽ യൂറോപ്പിലൊക്കെ ഇത് വളരെ ശക്തമാണ്. ഈ എക്കോളജിക്കൽ മൂവ്മെൻറ്റ്സ് നമ്മുടെ നാട്ടിൽ അത്ര ശക്തമായി വന്നിട്ടില്ല. മാർപ്പാപ്പ എപ്പോഴും പറയും, ഭൂമി നമ്മുടെ പൊതുഭവനമാണ്, നമ്മളതിനെ സംരക്ഷിക്കണമെന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. ആ ഒരു ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരുപാട് പ്രസ്ഥാനങ്ങൾ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സഭയുടെ സംവിധാനങ്ങൾ ഇന്ന് ഉണ്ട്. നാലാമത്തേത് പിശാചുക്കളെ ബഹിഷ്കരിക്കൽ. അതാണ് കുറച്ച് വിശദമായിട്ട് എനിക്ക് പറയാനുള്ളത്, കാരണം അതിൻ്റെ പേരിൽ കുറേ കൺഫ്യൂഷൻ ഉണ്ടെന്ന്. ഒന്നാമത്തെ കാര്യം ക്ലാരിഫൈ ചെയ്യേണ്ടത്, പിശാചുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്.
രണ്ട് തരം തെറ്റായ പ്രവണതകൾ ഈ മേഖലയിലുണ്ട്. രണ്ട് തെറ്റായ പ്രവണതകൾ. ഒന്ന്, പിശാചില്ല എന്ന് പറയാനുള്ളൊരു പ്രവണത ഇന്നുണ്ട്. ഓക്കെ, അവർ സ്വയം ബുദ്ധിജീവികളാണെന്നാണ് അവകാശപ്പെടുന്നത്. ഇപ്പം അവർ പറയുന്നതൊന്നുമില്ല, ഇതൊക്കെ വെറുതെ തോന്നലാണ്, അങ്ങനെ സത്യത്തിലില്ല എന്ന് പറയുന്ന ഒരു പ്രവണത ഇന്ന് ഉണ്ട്. രണ്ടാമത്തേത്, എല്ലായിടത്തും പിശാചിനെ കാണാനുള്ള പ്രവണതയും ഉണ്ട്. എവിടെയും പിശാചിനെ കാണും. മനസ്സിലായല്ലോ? പഴകിയ ഭക്ഷണം കഴിച്ചിട്ട് വയറുവേദന വന്നാൽ ഇവരെന്തു പറയും? പിശാചിൻ്റെ പ്രവൃത്തിയാണെന്ന് പറയും. അച്ഛൻ കുർബാന അർപ്പിക്കുന്നതിനിടയ്ക്ക് 2 പ്രാവശ്യം ചുമച്ചാൽ ഇവരെന്തു പറയും? തൊണ്ടയ്ക്ക് കയറി, നമ്മുടെ വികാരിച്ചൻ്റെ തൊണ്ടയ്ക്ക് കയറി പിശാച് പിടിച്ചെന്ന് പറയും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? യെസ്. പ്രാർത്ഥനയ്ക്ക് ശ്രദ്ധയില്ലാതിരുന്നാലും പിശാചിൻ്റെ പ്രവർത്തനം എന്ന് പറയും. കിടന്നുറങ്ങി കുർബാനയ്ക്ക് പോകാതെ പറയും പിശാചിൻ്റെ പ്രവർത്തനം എന്നല്ല, അവന് മടിയായിട്ട് കിടന്നുറങ്ങാണ്. പറഞ്ഞത് മനസ്സിലായല്ലോ? അപ്പം അതുകൊണ്ട് ഈ ഒരു ടെൻഡൻസി ഇന്ന് ശക്തമാണ്. എല്ലായിടത്തും പിശാചിനെ കാണാനുള്ള ഒരു പ്രവണതയും ഇന്ന് വളരെ കൂടുതലാണ്. അപ്പം ഇത് രണ്ടും തെറ്റാണ്. പിശാചുണ്ട്, പിശാചിൻ്റെ പ്രവർത്തനവും ഉണ്ട്. പിശാച് ഒരു വ്യക്തിയാണോ ശക്തിയാണോ? എന്തു പറയുന്നു? പിശാച് ഒരു വ്യക്തിയാണോ ശക്തിയാണോ? എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് 1 മിനിറ്റ് ഉറക്കമൊക്കെ പോട്ടെ. എനിക്കൊരു ഫോൺ കോള് അത്യാവശ്യമാണ്, സെമിനാരിൽ നിന്ന് വിളിച്ചിട്ടുണ്ടോ, ഞാൻ തിരിച്ചു വിളിച്ചോട്ടെ? നിങ്ങൾ ഒന്ന് എഴുന്നേറ്റ് ഒന്ന് ഉറക്കമൊക്കെ കളഞ്ഞിട്ട് വേണ്ടിയിരിക്കാം. ഞാൻ ഇരിക്കാനും നിൽക്കാനും ഞാൻ പറയാനില്ലേ, നിങ്ങളുടെ ഇഷ്ടം പോലെ ഒന്ന് ചെയ്തേ.